മുസ്ലിം ലീഗാണ് ഇപ്പോൾ CIC പിന്തുണയ്ക്കുന്നത്, പിന്തുണക്കുന്നത്. ഇപ്പം അങ്ങനെയാണ്. അതിന് എന്തുകൊണ്ട് അവർ പിന്മാറുന്നില്ല എന്നാണ് കാര്യം. അവർ വലിയ കുറച്ചുകൂടി സംഘടിതമായി കുറച്ചധികം കുട്ടികളൊക്കെ അതിനുള്ളിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് പറഞ്ഞുകൂടാ. അതായത് പഠിക്കാത്തതൊക്കെ അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ MES വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം പുരോഗതി പ്രാപിച്ച നല്ലൊരു സംഘടനയാണല്ലോ. അതിനെയും വളർത്തിയത് സമസ്ത അടക്കമുള്ള മുസ്ലിം ലീഗ് അടക്കമുള്ള വാഫിത്തങ്ങൾ അടക്കമുള്ള ആൾക്കാരെല്ലാവരും കൂടിയിട്ടാണ് MESനെ വളർത്തി ഉണ്ടാക്കിയതൊക്കെ. ഒഫൂർ സാഹിബ് മണപ്പാട് ആസ്പത്രിയുടെ MES ചേകന്നൂർ മൗലവിയായിരുന്നല്ലേ, അങ്ങനെ അതിൻ്റെ മുമ്പേ ഉണ്ട്. അതൊക്കെ വളരെ തെറിച്ച ആളാണ്. അപ്പോൾ ഈ MESൻ്റെ വിഷയത്തിൽ ഇതുണ്ടാക്കാൻ വേണ്ടി അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ സാഹിബ് അടക്കമുള്ളവരൊക്കെ വളരെ പണിപ്പെട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങൾ നാട്ടിലുണ്ട് വളരാൻ സാധിച്ചത്. അതും പിന്നീട് എന്താണെന്ന് ചോദിച്ചാൽ അതിങ്ങനെ വളർന്നു വന്നപ്പം അവർ കുറച്ച് പുരോഗമന ആൾക്കാരാണല്ലോ, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയപ്പോൾ അവർക്ക് സ്വയം ഈ മൂല്യന്മാരെ ഒന്നും പറയുന്നതും കേൾക്കണ്ട എന്നൊക്കെയുള്ളൊരു അഭിപ്രായത്തിലേക്ക് വരും. പയഞ്ചന്മാരാണല്ലോ നമ്മൾ, ഇങ്ങനെയുള്ള വക്കൽ. അപ്പോൾ ഈ പയഞ്ചന്മാരെ കൂടെ നിൽക്കുന്നത് അവർക്കൊരു അഭിമാന ശതമാനെന്ന് തോന്നിയിട്ടായിരിക്കണം അവർ പുതിയയിലേക്കൊക്കെ പോയി ശരീഅത്ത് നിയമത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന. അന്ന് MESന് ഒരു ജേർണലുണ്ടായിരുന്നു, മാസിക. അതിൽ മൊയ്തു പടിയത്തിൻ്റെ ഒരു നോവലുണ്ടായിരുന്നു. സ്വന്തം മക്കളിരിക്കെ മക്കൾക്ക് എന്തുണ്ടാവില്ല, സ്വത്തിന് അവകാശമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ ഒരു നിയമം. പക്ഷേ അവർ പരിഗണിക്കണമെന്നുണ്ട്, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് സ്വത്ത് ഓരി വെക്കുന്ന സമയത്ത് പറയുന്നുണ്ടെങ്കിലും അത് പിന്നെ ഒരു മോശമായ നിയമമായിട്ട് ചിത്രീകരിച്ചു കൊണ്ടൊരു നോവലായിരുന്നു നൂൽപ്പാലം എന്ന് പറഞ്ഞ 1969-70 കാലത്താണത്. അതുപോലെ അവർ പിന്നെ സ്റ്റാർ നൈറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി, അതായത് ധനശേഖരണത്തിന് വേണ്ടി സിനിമാ താരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പരിപാടി, ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ലൈൻ വിട്ടുകൊണ്ടുള്ളൊരു കളി, ഇസ്ലാമിക ആ ചുറ്റുപാട് വിട്ടുകൊണ്ടൊരു കളി കളിച്ചപ്പം അത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം, സമസ്ത അങ്ങനെയാണല്ലോ, നിങ്ങൾ പറഞ്ഞ മാതിരി പയഞ്ചനാണല്ലോ. പയഞ്ചെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പയതാ, കാരണം 1500 വർഷം മുമ്പുള്ളതാണല്ലോ, മുഹമ്മദ് നബി കൊണ്ടുവന്നാണല്ലോ, ആ നിലയ്ക്ക് പയഞ്ചനാണല്ലോ, അതിപ്പോൾ പുതുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതങ്ങനെ തന്നെ നിൽക്കണം എന്നുള്ളവരാണ് നമ്മൾ. അതിൽ ഈ മൊയ്ലിയാന്മാരോടുള്ള പുച്ഛം പണ്ട് MESനുള്ളതുപോലെ ഇപ്പോൾ ലീഗിനുണ്ടോ? നിൽക്കട്ടെ, അതല്ല MESനോട് നമ്മളോട് പുച്ഛുണ്ടോ ഇല്ലെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അന്ന് അങ്ങനെ ചെയ്തപ്പോഴാണ് MESന് എന്താക്കി സമസ്ത മുസാവറ യോഗം ചേർന്നുകൊണ്ട് MESൻ്റെ പോക്ക് ശരിയല്ല, അതിനോട് ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞു. ആ പ്രമേയത്തിൻ്റെ അതേ കോപ്പി മുസ്ലിം വാഫകിത്തങ്ങൾ എന്ത് ചെയ്യിച്ചാൽ മുസ്ലിം ലീഗിൻ്റെ കൗൺസിൽ കൊണ്ടുവന്ന് പാസ്സാക്കി. CH മുഹമ്മദ് കോയക്ക് അടക്കമുള്ള നേതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് പാസ്സാക്കി. അത് സമസ്ത എന്ത് പറഞ്ഞു അത് ചെയ്യണം എന്നുള്ളതാണ്. അതൊരു ഉദാഹരണം ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. മുസ്ലിം ലീഗ് അങ്ങനെയായിരുന്നു, ആ മുസ്ലിം ലീഗ് ആവണം തുടരേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. സമസ്ത എന്ത് തീരുമാനിച്ചോ അതപ്പടി എന്താക്കണം ചോദിക്കാം. സമസ്തയിലെ നേരത്തെ ഉസ്താദ് പറഞ്ഞ ആ വാക്ക് തന്നെ കടമെടുത്താൽ സമസ്തയിലെ മൊയ്ലിയാക്കന്മാരൊക്കെ പഴഞ്ചന്മാരാണ് എന്ന ഒരു മനോഭാവം ഇപ്പോൾ ലീഗുകാർക്കും വന്നു തുടങ്ങിയതാണ്. അല്ല, പഴഞ്ചന്മാരെന്ന് ഞാൻ പറഞ്ഞത് അർത്ഥം ഞാൻ പറഞ്ഞല്ലോ. പഴഞ്ചെന്ന് പറഞ്ഞാൽ രണ്ടു നിലക്ക് ഉപയോഗിക്കും. കൊള്ളാത്തൊരു പഞ്ചാക്ക് എന്ന് പറയുന്ന മാതിരി, അതാണ് ആ അർത്ഥത്തിനല്ല, പഴയതാണ്. നമ്മൾ ആ കാര്യത്തിൽ അഭിപ്രായക്കേടില്ല. ഞങ്ങൾ പഴയത് തന്നെയാണ്. പുതിയതാണെന്ന് പറയുന്നതാണ് നമുക്കെന്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മോശമായി വരുന്നത്. അങ്ങനെ പുതിയത് കൊണ്ടുവരുന്നവരാണ് വഹാബികൾ, മൗദൂദികൾ, ഇവരൊക്കെ അവർ കൊണ്ടുവന്നവരാണ്. ആ ഭാഗത്തേക്ക് മുസ്ലിം ലീഗ് പോകരുത്. വാഫകിത്തങ്ങളും പൂക്കോയത്തങ്ങളും ഒക്കെ നിന്ന മാർഗത്തിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഈ സമസ്തയ്ക്കകത്തുള്ള പല സംഘടനകളെയും ലീഗിൻ്റെ വഴിക്ക് കൊണ്ടുവരാൻ സുന്നി മഹല്ല് ഫെഡറേഷൻ ഉൾപ്പെടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും നമുക്ക് അഭിപ്രായമല്ല. അതായത് സമസ്തയിലെ ചില മേഖലയിലൊക്കെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ചില ആൾക്കാർക്ക് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള ചില അസ്വാരസ്യങ്ങളാണ്, അതൊക്കെ പറഞ്ഞ് തീരാനാണ് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്നത്. അതൊക്കെ തീരും വിചാരിക്കുന്നത്. അതായത് നമ്മൾ രാഷ്ട്രീയം ഇപ്പം നമുക്കൊക്കെ ഉണ്ട്. സമസ്യയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഉണ്ടാവാം. ഉസ്താദിൻ്റെ രാഷ്ട്രീയം ലീഗിനോട് ചേർന്ന് നിൽക്കുന്നതാണോ? ഞാൻ ലീഗുകാരനാണ്, പണ്ടേ ലീഗുകാരനാണ്. ഇപ്പോഴും ലീഗ് തന്നെ നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാൻ ലീഗ് എന്ന് പറഞ്ഞിട്ട് കൊടിയെടുത്ത് ജാഥയിലൊന്നും പോകാറില്ല. അങ്ങനെ ഉണ്ടല്ലോ, ലീഗാണ് മനസ്സ്. കാരണം അതൊരു മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു സംഘടന എന്ന നിലയ്ക്ക് അതിനോട് താല്പര്യം തന്നെയാണ്. ഇടക്കാലത്ത് ഉസ്താദ് CPMുമായി അടുക്കുന്നു, CPMന് വേണ്ടി സംസാരിക്കുന്നുള്ള പ്രചരണമൊക്കെ. അത് ഞാൻ മാത്രമല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭരണകക്ഷികളെ ആവശ്യത്തിനെ എതിർക്കാവും. നമുക്കെന്തെങ്കിലും പ്രതികൂലമാകുമ്പോഴേ എതിർക്കാവും. നല്ലത് ചെയ്യുമ്പോൾ സഹകരിക്കണം, ആരാണ് സഹകരിക്കണം. എന്നതിൽ കവിഞ്ഞ്
ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ അവരെ കുറേ സമ്മേളനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ സർക്കാർ സംഘടിപ്പിച്ച പല സമ്മേളനത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ഒന്ന് CAA, അതായത് BJPൻ്റെ പൗരത്വ ഭേദഗതി, അതുപോലെ ഏക സിവിൽ കോഡ്, ഇങ്ങനെയുള്ള സംഗതികൾ ഇതൊക്കെ മുസ്ലിം ഉമ്മത്തിൻ്റെ ആവശ്യമാണ് കാര്യമായിട്ട്. അതിന് ഇവിടുത്തെ ഇടത് ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഒരു അസംബ്ലിയിൽ തന്നെ അതൊക്കെ പ്രമേയം പാസ്സാക്കിയവരാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ തെറ്റ് അങ്ങനെ നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അത് അത്തരം സമ്മേളനങ്ങൾ വലതുപക്ഷം വേറെ നടത്തിയിട്ടുണ്ട്, ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കൂടെ സഹകരിച്ചിട്ടുണ്ട്. വലതുപക്ഷം നടത്തി അതിനോട് കൂടി സഹകരിച്ചു. താൽക്കാലിക സഹകരണം മാത്രമാണ്, സഹകരണമുള്ളൂ, അല്ല പാർട്ടി ആയിട്ടില്ല. പാർട്ടി നമ്മൾ അങ്ങനത്തെ പാർട്ടിയിലൊന്നും നമ്മൾ ചേരൂല. കാരണം നമ്മൾ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ നമ്മൾ എതിർക്കുന്ന ഒരു പാർട്ടിയാണ്. കാരണം വെച്ചാൽ അത് നിരീശ്വരവാദം, നമുക്ക് ചേരാൻ പറ്റില്ല എന്നാണ് നമ്മൾ വിശ്വാസം. CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കാൻ സമസ്തയ്ക്ക് സാധിക്കില്ല, സാധിക്കില്ല. ആ പാർട്ടി എന്നുള്ള എനിക്ക് പറ്റില്ല. അതിൻ്റെ ആദർശം അതാണ്. നേരെ മറിച്ച് ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു സംവിധാനമാണ്. ഇവിടുത്തെ രാജ്യത്തുള്ളൊരു സംവിധാനം എല്ലാവരും ഉണ്ട്. അത് വലതുപക്ഷത്തിലും കമ്മ്യൂണിസം ഉണ്ടല്ലോ, രണ്ടും സമാണ്. ഇടതുപക്ഷത്തിൽ കുറച്ച് കൂടുതലുണ്ട്, മറ്റേ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ.